വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് തുടങ്ങിയ സമയത്ത് നിങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബിസിനസ് സ്റ്റഡീസിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബിസിനസ് ഈസ് എവ്രിവെയർ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മളൊരു ബിസിനസ് വേൾഡിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് റാപ്പിഡ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഈസ് എവ്രിവെയർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ ഒരു ബിസിനസ് ഈസ് എവ്രിവെയർ എന്നുള്ള ഫ്രേസ് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. കാരണം എന്താണ്, അതൊന്ന് ചെറുതായിട്ട് ചേഞ്ച് വരുത്തി ഈ ബിസിനസ് ഈസ് എവ്രിവെയർ എന്ന് പറയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അല്ലെ. എന്തുകൊണ്ടാ, നമുക്ക് ചുറ്റിലിപ്പോ ഈ ബിസിനസിന്റെ ആ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി വളരെയാണ്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസിന്റെ ഒക്കെ മോഡ് ഓഫ് കണ്ടക്ട് അല്ലെ, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ബിസിനസിന്റെ ആ ഒരു മാറ്റം നമ്മളിപ്പോ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബിസിനസിന്റെ ഒരുപാട് തലങ്ങളാണ്, ഈ ബിസിനസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ 5th ചാപ്റ്റർ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് ഒക്കെ, ഈ ബിസിനസ് പ്ലാറ്റ്ഫോംസിനൊക്കെ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീഷോ, ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. അപ്പൊ ഈ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് 5th ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ സ്റ്റേജസ് ആണ് ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ നടക്കുന്നത്. ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ, പ്ലേസിംഗ് ആൻ ഓർഡർ ആൻഡ് പേയ്മെന്റ് മെക്കാനിസം. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പേയ്മെന്റ് മെക്കാനിസത്തിൽ നിന്നാണ്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. അപ്പൊ ഓരോ സ്റ്റേജസും നമുക്ക് എന്താന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് കയറുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ പേര്, നമ്മുടെ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പാസ്വേഡും നമ്മൾ അവിടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് വേറൊരാളും എന്ത് ചെയ്യരുത്, ഷോപ്പ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ആദ്യമായിട്ടൊരു ആമസോണിൽ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് മാത്രമേ കാണുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് ഇതുപോലുള്ളൊരു രജിസ്ട്രേഷൻ പ്രോസസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ പേരൊക്കെ കൊടുത്ത് ഇമെയിൽ അഡ്രസ് ഒക്കെ കൊടുത്ത് ഒരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഷോപ്പിങ്ങിന് വേണ്ടി ഒരു സെക്യൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു രജിസ്ട്രേഷൻ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്താണ്? ആഡ് ടു കാർട്ട് അല്ലെ. നമ്മള് പ്ലേസിംഗ് ആൻഡ് ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഇതുപോലുള്ള ഒരു കാർട്ട് ഫിസിക്കൽ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ട്രോളി കിട്ടും. ആ ട്രോളിയിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്ന പോലെ ഓൺലൈനിൽ കയറി കഴിഞ്ഞാലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും മിന്ത്രയിലും ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഓൺലൈൻ ബാസ്ക്കറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും. ആഡ് ടു കാർട്ട്. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കാർട്ട് ചെയ്യാറുണ്ട് അല്ലെ. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. വേണ്ടാത്ത സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്ത് ചേഞ്ചസ് വരുത്തി എന്താണോ വേണ്ടത് അത് നമ്മൾ ചെക്കൗട്ടിന് മുന്നിൽ എല്ലാം മോഡിഫൈ ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. അതിനുശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇനിയാണ് ഈ ഒരു എന്താ പറയുക, ഓൺലൈൻ ട്രാൻസാക്ഷന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെന്റ് മെക്കാനിസം അല്ലെ. പേയ്മെന്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തുള്ളൂ. അപ്പൊ പേയ്മെന്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ് ഓൺ ഡെലിവറി, ചെക്ക്, അതുപോലെ തന്നെ എന്താണ്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ ആൻഡ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ്, അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ക്യാഷ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്തിനാണ്? UPI അവൈലബിൾ ആണ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾ ആമസോൺ, മീഷോ, മിന്ത്രയിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതെന്ന് കൂടി ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അങ്ങനെയുള്ള ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഴുവിപ്പിക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പോൾ ട്രഡീഷണൽ ഷോപ്പിങ്ങിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത് ഓൺലൈൻ ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഓൺലൈൻ ട്രാൻസാക്ഷന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ക്ലാസ്സസ് നമ്മുടെ ബാച്ചുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഇനി നമുക്ക് കാണാം. അതുവരെ ബൈ.